ഞാൻ ജോസഫിലേക്ക് തിരിച്ചെത്താം. റിയാസ് KM കണ്ണാടിക്കൽ ടൗണിൽ നിന്ന് ചേരുന്നുണ്ട്. റിയാസ്, വിലാപയാത്ര ഇപ്പോൾ അവിടേക്ക് എത്താറായിട്ടുണ്ടോ? അവിടെ ആളുകളെ എല്ലാം നിയന്ത്രിക്കാനുള്ള ക്രമീകരണങ്ങളായിട്ടുണ്ടോ? പിന്നെ എന്തൊക്കെയാണ് നാട്ടുകാർക്ക് ഓർത്തെടുക്കാനുള്ളത്? ലിബിഷിത, അർജുൻ്റെ ഭൗതികദേഹം വഹിച്ചുള്ള വിലാപയാത്ര ആംബുലൻസിൽ വരുന്ന വിലാപയാത്രയുടെ പൈലറ്റ് വാഹനമാണ് എന്നാണ് കാഴ്ചയിൽ നിന്നും മനസ്സിലാകുന്നത്. വലിയൊരു ലോറി അതിൻ്റെ മുൻപിലായി ഉണ്ട്. കാരണം സാഗർ ലോറി തന്നെയാണത്. കാരണം മനാഫിൻ്റെ ഉടമസ്ഥയിലുള്ള ഉടമസ്ഥയിലുള്ള സാഗർ ലോറി, ആ സാഗർ ലോറിയുടെ ജീവനക്കാരനായിരുന്നു അർജുൻ. വളരെ പതുകെയാണ് ഓടുകൂടി ആ ലോറിയുടെ തൊട്ട് പിന്നിലായി അർജുൻ്റെ ഭൗതികദേഹമുള്ള ആംബുലൻസ് നമുക്ക് കാണാം. മന്ത്രി AK ശശീന്ദ്രനാണ് ഏറ്റവും മുൻപിലുള്ളത്. തോട്ടത്തിൽ രവീന്ദ്രൻ MLA അടക്കമുള്ളവർ അതിലുണ്ട്. പിന്നാലെ കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് എത്തുന്നു. തൊട്ടു പിന്നെ KK രമ MLA വാഹനമാണ് തൊട്ടു പിന്നാലെയുള്ളത്. ഈ ഒരു പിന്നീട് നമുക്ക് കാണുന്നത് സാഗർ ലോറിയാണ്. സാഗറാണ് മാധ്യമപ്രവർത്തകരടക്കമുള്ളവർ ആ ലോറിയിലാണ് ഉള്ളത്. ഈ സാഗറിൻ്റെ തന്നെ ലോറിയിലാണ് അർജുൻ പ്രവർത്തിച്ചിരുന്നത്. ഇതിൻ്റെ തൊട്ട് പിന്നാലെയാണ് അർജുൻ്റെ ഭൗതികദേഹം വഹിച്ചുള്ള ആംബുലൻസ് വരുന്നത്. ഏറെ വേദനാജനകമായൊരു മുഹൂർത്തം. അർജുൻ ഓടി നടന്നിരുന്ന മണ്ണ്, അർജുൻ ജീവിതത്തിൻ്റെ വലിയൊരു ഭൂരിഭാഗം സമയം ചെലവഴിച്ചിരുന്ന മണ്ണ്, തൻ്റെ നാട്ടുകാർക്ക് വേണ്ടി സേവനമനുഷ്ഠിക്കാൻ ഓടി വന്ന മണ്ണ്. നേരത്തെ ഒരാൾ പറഞ്ഞതുപോലെ പ്രധാനമായും അർജുൻ ഏത് കാര്യത്തിനും വിളിച്ചാൽ ഓടിയെത്തുമായിരുന്ന അർജുനിത ചേതനയേറ്റ ശരീരവുമായി അതേ മണ്ണിലേക്ക് എത്തുകയാണ്. പാറോപ്പടി റോഡ് വഴിയാണ് കണ്ണാടിക്കൽ ടൗണിലേക്ക് അർജുൻ്റെ ഭൗതിക ഇപ്പോൾ പ്രവേശിക്കുന്നത് എന്ന കാഴ്ചയാണ്. പോലീസിൻ്റെ അകമ്പടിയുണ്ട്. കേരള പോലീസും കർണാടക പോലീസും എല്ലാം തന്നെ ഈ ഭൗതികദേഹത്തിന് അകമ്പടി ഉണ്ട്. അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിനാണ് ആംബുലൻസിൽ ഉള്ളത്. ഏറ്റവും ഒപ്പം തന്നെ അർജുൻ്റെ സഹോദരൻ അഭിജിത്തുണ്ട്. ഈ ഭൗതികദേഹത്തോടൊപ്പം മിസ്റ്റർ മാൽപ്പയുണ്ട്. MLA കാർവാർ MLA പ്രതീക്ഷയിൽ AK അടക്കമുള്ളവർ ഈ ഭൗതികദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അർജുന്റെ ഭൗതികദേഹം വഹിച്ചുള്ള ആംബുലൻസ് ഇപ്പോൾ ഈ കണ്ണാടിക്കൽ ടൗണിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. നാട്ടുകാർ മുദ്രാവാക്യം വിളിക്കുകയാണ്. അർജുൻ്റെ മൃതദേഹവും വഹിച്ചുള്ള വിലാപയാത്ര ജന്മനാടായ കണ്ണാടിക്കലിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. കണ്ണാടിക്കൽ ടൗണിൽ ഒരു നാടൊന്നാകെ പ്രിയപ്പെട്ട അർജുന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്നു. അവിടെ നിന്നും വിലാപയാത്രയ്ക്ക് നീങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അത്രത്തോളം ആ നാടിന് പ്രിയപ്പെട്ടവനായിരുന്നു അർജുൻ എന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ആളുകളുടെ വലിയൊരു നിര തന്നെ അവിടെ തടിച്ചുകൂടിയിരിക്കുന്നു. പോലീസ് വേണ്ട രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. കണ്ണാടിക്കൽ ടൗണിൽ നിന്നും കാൽനടയായി വിലാപയാത്രയെ നാട്ടുകാർ അനുഗമിക്കും. തുടർന്ന് വീട്ടിൽ അന്തിമോപചാരം. വീട്ടുകാർക്ക് മാത്രമായി കുറച്ച് സമയം അർജുനെ അവസാനമായി ഒരു നോക്ക് കാണാൻ അവസരം. അതിനുശേഷമായിരിക്കും സംസ്കാരം നടക്കുക. ഇപ്പോൾ കണ്ണാടിക്കൽ ടൗണിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വലിയ രീതിയിലുള്ള ഒരു ജനസഞ്ചയമാണ് അവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. എല്ലാ കാലത്തും ആ നാടിന് പ്രിയപ്പെട്ടവനായിരുന്നു അർജുൻ എന്ന് നിസ്സംശയം തന്നെ പറയാൻ കഴിയും. നേരത്തെ ആളുകളുടെ പ്രതികരണങ്ങളൊക്കെ അതാണ് വ്യക്തമാക്കിയിരുന്നത്. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും എല്ലാവരുടെയും സഹായത്തിനായി ഓടിയെത്തിയിരുന്ന പ്രിയപ്പെട്ട ഒരു പുത്രനെയാണ് നാടിന് നഷ്ടമായിരിക്കുന്നത്. ആ നഷ്ടം ആ നാട് ഉൾക്കൊണ്ട് വരുന്നതേ ഉള്ളൂ. അർജുനെ അവസാനമായി മൃതദേഹഭാഗമെങ്കിലും കാണാനുള്ള അതിനുവേണ്ടി ആളുകൾ അവിടെ തടിച്ചുകൂടിയിരിക്കുന്നു. വിലാപയാത്രയ്ക്ക് അവിടെ നിന്നും നീങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം. പോലീസ് വേണ്ട രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി ഇപ്പോൾ വിലാപയാത്രയ്ക്ക് കടന്നു പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയാണ്.
ജാതി മത രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറം എത്രത്തോളം പ്രിയപ്പെട്ടവനായിരുന്നു അർജുൻ ആ നാടിനെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. വലിയൊരു ജനസഞ്ചയം കണ്ണാടിക്കൽ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിനപ്പുറത്തേക്ക് നാടിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്രത്തോളം മലയാളികളെ മുഴുവൻ ഒരുമിപ്പിച്ച പോലെ, നേരത്തെ ബിഷപ്പ് വർഗീസ് ചക്കാലക്ക സൂചിപ്പിച്ച പോലെ, എല്ലാ തരത്തിലുള്ള വേർതിരിവുകൾക്കും അപ്പുറം മലയാളികളെ മുഴുവൻ ഒരുമിപ്പിച്ച ഒരാളായി അർജുൻ മാറിയിരിക്കുന്നു. അർജുൻ അവസാനമായി തൻ്റെ പ്രിയപ്പെട്ട ഗ്രാമത്തിലേക്ക് ചേതനയേറ്റ ശരീരമായി എത്തിച്ചേർന്നിരിക്കുകയാണ്. ഏറെ വൈകാരികമായ നിമിഷങ്ങളിലൂടെയാണ് കോഴിക്കോട് കണ്ണാടിക്കൽ ഗ്രാമം കടന്നു പോകുന്നത്. റിയാസ് KMR അവിടെ നിന്ന് ചേരുന്നുണ്ട്. റിയാസ്, കണ്ണാടിക്കൽ ഗ്രാമത്തിലെ പ്രേമൻ്റെയും ഷീലയുടെയും മകനായി മാത്രമല്ല അർജുൻ, ഒരു നാടിൻ്റെ ആകെ പുത്രനായി അർജുൻ മാറിയിരിക്കുകയാണ്. ആളുകൾ വലിയ രീതിയിൽ അവിടെ അർജുന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്നുണ്ട്. പോലീസ് എങ്ങനെയാണ് അവിടെ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കുന്നത്? കാരണം കർണാടകയിൽ ഗ്രാമത്തിലുള്ള പ്രേമന്റെയും ഷീലയുടെയും മകനായിരുന്നു കഴിഞ്ഞ 75 ദിവസം മുമ്പ് വരെ അർജുനെങ്കിൽ ഇന്നത് മലയാളിയുടെ പുത്രനാണ്, കേരളത്തിന്റെ പുത്രനാണ്. ആ കേരളത്തിന്റെ പുത്രനാണ്. അദ്ദേഹത്തിന്റെ ജന്മനാട് ഇപ്പോൾ വൈകാരികമായി തന്നെ അന്തിമോപചാരം അർപ്പിക്കുന്നത്. നേരത്തെ അദ്ദേഹം വിശ്വസിച്ചിരുന്ന പ്രസ്ഥാനത്തിന്റെ ആളുകൾ, പ്രത്യേകിച്ച് അദ്ദേഹം ഡിവൈഎസ്പിയുടെ പ്രവർത്തകനായിരുന്നു, അവരെല്ലാം തന്നെ അഭിവാദ്യം അർപ്പിച്ചു. മലയാളി എല്ലാം മറന്ന് ഒറ്റക്കെട്ടായി അർജുന് വേണ്ടി പ്രാർത്ഥിച്ച ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. ആ മലയാളി ഒരേ മനസ്സോടുകൂടി വിടചുമ്പുകയാണ്. ഇവിടെ അമ്പലത്തിന്റെ തൊട്ട് പിന്നാലെയാണ് സർവാർ MLA സതീഷ് തൈലം, മഞ്ചേശ്വരം MLA FPM ഒപ്പം അടക്കമുള്ളവർ ഈ മൃതദേഹത്തെ അനുഗമിക്കുന്നത്. അവർ ഇന്നലെ മുതൽ സർവാറിലെ ആശുപത്രി മുതൽ അർജുന്റെ ഭൗതികദേഹവുമായി അവരും ഉണ്ട്. കർണാടകയുടെ ആംബുലൻസിലാണ്, അവിടെ നിന്നും സർക്കാർ ഏർപ്പെടുത്തിയ ആംബുലൻസിലാണ് ഈ ഭൗതികദേഹം ഇപ്പോൾ ഈ ജന്മനാട്ടിലെത്തിയിരിക്കുന്നത്. അർജുന് ജന്മനാടേറെ വൈകാരികതയോടുകൂടി വിടചൊല്ലുന്ന ഒരു കാഴ്ച, കണ്ണീരോടെ മലയാളി ഏറ്റവും നൊമ്പരപ്പെട്ടു നിൽക്കുന്ന ഒരു കാഴ്ച. ഇപ്പോഴത്തെ ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ അദ്ദേഹം ഇവിടെ അർജുന്റെ ഭൗതികദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കുകയാണ്. ബിഷപ്പ് അദ്ദേഹം ഭൗതികദേഹം അർപ്പിക്കുകയാണ്. വളരെയധികം വലിയ വേദനയോടുകൂടിയാണ്, വലിയ വേദനയോടുകൂടിയാണ് ഈ ഒരു വിലാപയാത്ര വീട് നിൽക്കുന്ന റോഡിലേക്ക് ഈ വിലാപയാത്ര കടക്കുകയാണ്. അതിന്റെ ഭൗതികദേഹവും വഹിച്ചുള്ള ഈ വിലാപയാത്ര അതിന്റെ വീടിനരികിലേക്കുള്ള റോഡിലേക്ക് പ്രവേശിക്കുകയാണ്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തവണ നടന്നു പോയിട്ടുള്ള വഴിയാണ് ഇത്. ആ വഴിയിലേക്ക് മറ്റ് വാഹനങ്ങളൊന്നും തന്നെ പോലീസ് നേരത്തെ പ്രവേശിപ്പിച്ചിരുന്നില്ല. ഇപ്പോഴിതാ ഇവിടെ മുന്നിൽ നാട്ടുകാരുണ്ട്, വാഹനത്തിന്റെ വളരെ അധികം വേദനാജനകമായ ആളുകളുടെ വലിയൊരു ബാഹുല്യം ഈ കൊച്ചു പട്ടണത്തെ, കൊച്ചു ടൗണിനെ ഉൾക്കൊള്ളാനാവാത്ത വിധത്തിലുള്ള വലിയ ഒരു ജനസാന്ദ്രത ഇപ്പോൾ ഇവിടെയുണ്ട് എന്നുള്ളതാണ്. അത്രമേൽ മലയാളിക്ക് പ്രിയപ്പെട്ട ഒരാൾ, മലയാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ, ഒരുപക്ഷെ ഒരു സാധാരണക്കാരനായിരുന്ന അർജുന് എന്നല്ല മലയാളിയുടെ പുത്രനായ അർജുനാണ് വഴിയിലൂടെ മുന്നോട്ട് ഏറെ പ്രയാസകരമായ അർജുന് യാത്രാമൊഴിയേകുകയാണ് ജന്മനാടായ കോഴിക്കോട് കണ്ണാടിക്കൽ. വലിയ രീതിയിലുള്ള ജനസഞ്ചയം തന്നെ അവിടെ തടിച്ചുകൂടിയിരിക്കുന്നു. വിലാപ യാത്രയായിട്ടാണ് പൂളാടിക്കുന്നിൽ നിന്നും കണ്ണാടിക്കിലേക്ക് ഭൗതികദേഹം എത്തിച്ചത്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ വീട്ടിലേക്ക് എത്തിക്കും. കണ്ണാടിക്കൽ ടൗണിൽ നിന്നും ഒരു 4 കിലോമീറ്റർ അകലെയുള്ള വീട്ടിലേക്കാണ് ഭൗതികദേഹം കൊണ്ടുപോകുന്നത്. വഴിയിൽ ഗതാഗതം നിയന്ത്രിച്ചിട്ടുണ്ട്. ആളുകൾ കാൽനട യാത്രയായിട്ടാണ് ഈ ഭൗതികദേഹത്തെ അനുഗമിക്കുന്നത്. പോലീസ് വേണ്ട രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്.
എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഭൗതികദേഹം വീട്ടിലെത്തിക്കും. തുടർന്ന് അവിടെ പൊതുദർശനത്തിന് ശേഷം വീടിനോട് ചേർന്ന് അർജുന് അന്ത്യവിശ്രമം. വലിയ രീതിയിലുള്ള ജനസഞ്ചയം, ഊഹിക്കാവുന്നതിലും അപ്പുറത്തേക്ക് ആളുകൾ അവിടേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ആ ചെറിയൊരു പട്ടണമായ കണ്ണാടിക്കലിന് ഉൾക്കൊള്ളാവുന്നതിലപ്പുറം ആളുകളാണ് അവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. മറ്റ് അയൽ ജില്ലകളിൽ നിന്ന് പോലും അർജുനെ അവസാനമായ ഭൗതികദേഹം ഒരു നോക്ക് കാണാനായി ആളുകൾ അവിടേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ പതുക്കെയാണ് ആ വിലാപയാത്ര അർജുൻ്റെ വീട്ടിലേക്ക് നീങ്ങുന്നത്. ഭൗതികദേഹവും വഹിച്ചുള്ള വിലാപയാത്ര വീട്ടിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരും.